നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ജൂലൈ 5-ാം തീയതി വെള്ളിയാഴ്ചയും അമാവാസിയും കൂടി ചേർന്ന് വരുന്ന അത്ഭുതകരമായ ദിവസം. കൈ നിറയെ പണം വീട് തേടി വരുവാൻ നാളെ ഒരേ ഒരു ദിവസം മാത്രം ഈ അത്ഭുതകരമായ വാക്ക് ചൊല്ലിയാൽ മാത്രം മതി. നമ്മുടെ ചാനലിൽ പണവശ്യത്തിനായി, അതായത് പണത്തെ ആകർഷിക്കുവാനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ, മന്ത്രജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ, കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഇത് ചെയ്യുവാൻ യാതൊരു മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. പൊതുവായി വെള്ളിയാഴ്ച, അമാവാസി, പൗർണമി കൂടാതെ 3-ാം പിറ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പണവശ്യ പരിഹാരങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. നാളെ വെള്ളിയാഴ്ചയും അമാവാസിയും ചേർന്ന് വരുന്ന അത്യപൂർവ ദിവസമാണ്. അതിനാൽ ഈ ഒരു ദിവസം ആരും തന്നെ പാഴാക്കരുത്. കാരണം ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പണവശ്യ പരിഹാരങ്ങൾക്കും കോടി മടങ്ങ് ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷനിലുള്ള അതിശക്തിയാർന്ന ഊർജം നിറഞ്ഞ ഒരു സ്വിച്ച് വേർഡ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആ അതിസൂക്ഷ്മമായ അത്ഭുത വാക്ക് ഏതാണെന്നും എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് പൂർണ്ണമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യാവുന്നതാണ്. ഇനി പുലവാലായ്മ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലിരുന്നോ, ക്ഷേത്രത്തിലിരുന്നോ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ, അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷനിലുള്ള അതിശക്തിയാർന്ന സ്വിച്ച് വേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ ഈ സ്വിച്ച് വേർഡ്സ് എന്നാൽ എന്താണെന്ന് നോക്കാം. സ്വിച്ച് വേർഡ്സ് എന്നാൽ എന്താണെന്ന് ഓൾറെഡി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഒരു തവണ കൂടി പറയാം. ഇംഗ്ലീഷിലുള്ള മാന്ത്രിക വാക്കുകളെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. മലയാളത്തിലും സംസ്കൃതത്തിലും എപ്രകാരമാണോ മന്ത്രങ്ങൾ ഉള്ളത്, അതുപോലെ ഇംഗ്ലീഷിലുള്ള അതിസൂക്ഷ്മമായ ചില വാക്കുകളെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ ചില തവണകൾ നമ്മൾ ചൊല്ലിയാലോ അല്ലെങ്കിൽ എഴുതിയാലോ ആ വാക്കുകളുടെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇംഗ്ലീഷിലുള്ള സ്വിച്ച് വേർഡ്സുകൾ ഇംഗ്ലീഷിൽ മാത്രമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. വേറെ ഒരു ലാംഗ്വേജിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുവാൻ പാടില്ല. കാരണം ഇംഗ്ലീഷിൽ ഈ വാക്കുകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമാണ് ആ വാക്കുകളുടെ പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഉച്ചരിക്കുന്നതിനും എഴുതുവാനും വളരെ ലളിതമായ വാക്കുകളാണിത്. മാത്രമല്ല വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആഴ്മനസ്സിൽ പതിയുന്ന വാക്കുകളുമാണിവ. ഏതൊരു കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അഭിപ്രായമാണെങ്കിലും അത് നമ്മുടെ ആഴ്മനസ്സിൽ പതിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ സത്യങ്ങളായി തീരുന്നതാണ്. അതിനെ ആര് വിചാരിച്ചാലും തടഞ്ഞു നിർത്തുവാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുവാനോ സാധിക്കില്ല. ഇനി പൊതുവായി സ്വിച്ച് വേർഡ്സുകളെ സംബന്ധിച്ച് ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തിയാലും ശരി, അതല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കാതെ പ്രയോജനപ്പെടുത്തിയാലും ആ വാക്കുകൾക്കുള്ള പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ആഗ്രഹങ്ങൾക്കും ആവശ്യത്തിനും വേണ്ടി പ്രത്യേകം സ്വിച്ച് വേർഡ്സുകളുണ്ട്. ഇനി പറയാൻ പോകുന്ന ഈ അത്ഭുത വാക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ കെട്ടുകെട്ടായി പണവരവ് ഉണ്ടാകുന്നതാണ്. നാളെ ജൂലൈ 5-ാം തീയതി വെള്ളിയാഴ്ച ദിവസം മുഴുവനും അമാവാസി തിഥി വരുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡ് ഏത് സമയത്താണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതെന്നാൽ നാളെ പുലർച്ചെ 5 മുതൽ രാത്രി 12 മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. രാഹുകാലം, യമകണ്ഠകാലം, ഗുളിക നേരം ഇതൊന്നും തന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഏത് സമയത്താണ് നിങ്ങൾ റിലാക്സ് ആയി സമാധാനത്തോടെ ഇരിക്കുന്നത് ആ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി ഇത് ചൊല്ലുമ്പോൾ യാതൊരു തിരക്കും ഉത്കണ്ഠയും ഇല്ലാതെ സമാധാനത്തോടെയുള്ള മനസ്സോടുകൂടി വേണം ഇത് നിങ്ങൾ ചൊല്ലുവാൻ. എങ്കിൽ മാത്രമേ ഇത് വളരെ വേഗത്തിൽ നമ്മുടെ ആഴ്മനസ്സിൽ പതിയുകയുള്ളൂ. ഇനി ഇത് ചൊല്ലുമ്പോൾ ഇത്ര തവണ ചൊല്ലണം എന്ന് കൗണ്ടിങ് പ്രധാനമല്ല. കുറഞ്ഞ പക്ഷം 10 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുത്താൽ ഏകദേശം 20 മിനിറ്റ് വരെ ഇനി പറയാൻ പോകുന്ന അതിസൂക്ഷ്മമായ ഈ സ്വിച്ച് വേർഡ്സ് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്, തിരക്കൊന്നുമില്ല എങ്കിൽ അങ്ങനെയുള്ളവർ 20 മിനിറ്റ് ഈ സ്വിച്ച് വേർഡ്സ് ചൊല്ലാവുന്നതാണ്. ഇനി ജോലി തിരക്കുകൾ മൂലം അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യം മൂലം സമയമില്ല അങ്ങനെയുള്ളവർ ഏറ്റവും കുറഞ്ഞത് 10 മിനിറ്റ് ഈ സ്വിച്ച് വേർഡ്സ് ചൊല്ലിയാൽ മതി. എങ്കിലും പൂർണ്ണമായ ഫലവും ലഭിക്കുന്നതാണ്. ഇനി ഇത് ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ്.
ഇനി നിങ്ങൾ ഉറക്കെയാണ് ചൊല്ലുന്നതെങ്കിൽ ഒരുപാട് സൗണ്ടിൽ ചൊല്ലേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിൽ ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി നാളെ വെള്ളിയാഴ്ചയും അമാവാസിയും ചേർന്ന് വരുന്ന അത്യപൂർവ ദിവസം ചൊല്ലേണ്ട അതിസൂക്ഷ്മമായ ആ സ്വിച്ച് വേർഡ്സ് ഏതാണെന്ന് നോക്കാം. വീനസ് മാജിക് ബിഗിൻ നൗ. വീനസ് മാജിക് ബിഗിൻ നൗ. വീനസ് മാജിക് ബിഗിൻ നൗ. വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഊർജം നിറഞ്ഞ വാക്കുകളാണിത്. വീനസ് എന്ന വാക്ക് ശുക്രഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇഹലോക ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും 16 തരത്തിലുള്ള സമ്പത്തും നമുക്ക് വാരിക്കോരി നൽകുന്ന ഗ്രഹം ഏതാണെന്നാൽ അത് സാക്ഷാൽ ശുക്രഭഗവാനാണ്. പണം, പേര്, പ്രശസ്തി, ആഡംബര വാഹനങ്ങൾ, സുഖസൗകര്യങ്ങളോട് കൂടിയ വീട്, പ്രണയ ജീവിതം, സന്തോഷകരമായ വിവാഹ ജീവിതം, ഇതെല്ലാം നമുക്ക് വാരിക്കോരി നൽകുന്ന ഗ്രഹമാണ് ശുക്രഭഗവാൻ. അങ്ങനെയുള്ള ശുക്രഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നൽകുന്ന അത്ഭുതകരമായ വാക്കാണ് ഈ സ്വിച്ച് വേർഡ്. അതിനാൽ നമ്മുടെ ശ്രദ്ധ പതറാതെ ഏകാഗ്രതയോടുകൂടി ശാന്തമായ മനസ്സോടുകൂടി വേണം ഇത് ചൊല്ലുവാൻ. വെറും 10 മിനിറ്റ് ചൊല്ലുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവായ വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇനി നാളെ ഈ സ്വിച്ച് വേർഡ്സ് ചൊല്ലുവാൻ കൂടുതൽ ഉത്തമമായ സമയം ഏതാണെന്നാൽ അത് ശുക്രഹോര വരുന്ന സമയമാണ്. ശുക്രഭഗവാന്റെ പേര് പ്രയോജനപ്പെടുത്തുന്ന ഈ ഒരു വാക്ക് ശുക്രഹോര വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ചൊല്ലിയാൽ പല മടങ്ങു ഫലങ്ങൾ ഉടനടി തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി വെള്ളിയാഴ്ച ദിവസത്തിൽ ശുക്രഹോര വരുന്നത് ഏത് സമയത്താണെന്നാൽ വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 7 വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രിയിൽ 8 മുതൽ 9 മണി വരെയുമാണ് ശുക്രഹോര വരുന്നത്. ഈ പറഞ്ഞ 3 സമയത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായ സമയം ഏതാണോ ആ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. കൂടുതൽ ബെസ്റ്റായ സമയവും ഇതാണ്. ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാളെ പുലർച്ചെ 5 മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. നാളത്തെ ശുക്ര അമാവാസി ദിവസം ഈ അത്ഭുതകരമായ വാക്ക് പൂർണ്ണ വിശ്വാസത്തോടും സന്തോഷമുള്ള മനസ്സോടും കൂടി ചൊല്ലി നോക്കൂ. അനുഭവ രീതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലവും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതിനാൽ നാളെ വെള്ളിയാഴ്ചയും അമാവാസിയും ഒത്തുചേർന്ന് വരുന്ന ഈ അത്യപൂർവ ദിവസം ആരും തന്നെ പാഴാക്കരുത്. കാരണം വെള്ളിയാഴ്ചയും അമാവാസിയും കൂടി ചേർന്ന് വരുന്ന ഇതുപോലെ ഒരു ദിവസം അല്ലെങ്കിൽ ഇതുപോലെ ഒരു അവസരം ഇനി ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഒരു ദിവസം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ പ്രാർത്ഥിച്ച് നാളെ ഇതൊന്ന് ചെയ്തു നോക്കൂ. 100% മിന്നൽ വേഗത്തിൽ അതിന് ഫലം ഉണ്ടാകുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.